ശശി തരൂർ ഇപ്പോൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആരും വിളിച്ചില്ല, അതുകൊണ്ട് പോയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. കല്യാണമല്ലല്ലോ വിളിക്കാമെന്ന് ഇവിടുന്നും പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ വിദേശ പര്യടനം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അദ്ദേഹത്തെ കോൺഗ്രസ്സിൽ ഒരു അനഭിമതൻ തന്നെയായി മാറി. BJPയിൽ വലിയ സ്ഥാനമാനങ്ങൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇനി അങ്ങോട്ട് നടക്കുക? അല്ല, കുറച്ച് നാൾ ആയി നമ്മൾ ഈ ചർച്ച തുടരുന്നു. നമ്മൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലെല്ലാം ഇതിങ്ങനെ ചർച്ചയാവുകയും ശശി തരൂർ BJPയിലേക്ക് എന്ന് പറയുന്ന വാർത്ത പ്രചരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം BJPയിലേക്ക് പോയിട്ടില്ല, കോൺഗ്രസ്സിൽ നിന്ന് വിട്ടിട്ടുമില്ല. എന്നാൽ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ കേരളത്തിലായി കഴിഞ്ഞാലും ശശി തരൂർ വേണം എന്ന് കേരളത്തിലെ നേതൃത്വത്തിന് താല്പര്യമില്ല. ശശി തരൂർ എന്തിനാണ്? ശശി തരൂർ ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട്, പിന്നെ എന്തിനാണ് അയാൾ എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട്. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ശശി തരൂരിൻ്റെ ചില കഴിവുകളുണ്ട്. ആ കഴിവുകൾക്കൊപ്പം കഴിവ് പ്രകടമാക്കുന്ന ഒരു നേതാവും കേരളത്തിലില്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിനകത്തില്ല. അതൊരു പ്രശ്നമാണ്. എന്നാൽ ശശി തരൂരിൻ്റെ പോരായ്മകൾ, കഴിവുകളെന്ന് പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു വാഗ്മിയാണ്. അതുമാത്രമല്ല, അന്താരാഷ്ട്ര നിലകളിൽ വലിയ തരത്തിൽ പ്രശസ്തി നേടിയ ഒരാളാണ്. ലോക പൗരനെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരാളാണ്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ അഗാധമായിട്ടുള്ള കാഴ്ചപ്പാടുകളും പുലർത്തുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഫീൽഡ് പൊളിറ്റിക്സുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം കുറവാണ്. ഫീൽഡിൽ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുക, അങ്ങനത്തെ ഒരു പ്രവർത്തനമുണ്ട് രാഷ്ട്രീയത്തിൽ. അത് കുറവാണ്. എല്ലാവരും കൂടി ചെയ്യാൻ പറ്റില്ല. കാരണം വിദേശത്ത് ഉള്ള പല പരിപാടികളിലും പങ്കെടുക്കുകയും നാട്ടിലുള്ള കല്യാണത്തിൽ കൂടുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കല്യാണങ്ങളിലും ചരമ വീടുകളിലും പിന്നെ കുട്ടികളുടെ ഈ ചരടുകെട്ട് പരിപാടികൾ, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ മാമോദീസ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായിട്ട് തരൂരിന് നേരം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭാവമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കേരള നേതൃത്വത്തിൽ അദ്ദേഹത്തിന് നേതൃത്വപരമായിട്ടുള്ള പങ്കുണ്ടോ എന്ന് പറയും. ഇപ്പോൾ സതീശൻ, രമേശ് ചെന്നിത്തലയൊക്കെ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ നിന്ന് ഓരോരുത്തരും നയിക്കുന്ന ആളുകളാണ്. നീ അങ്ങോട്ട് പോകും, നീ മറ്റു ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നിർദ്ദേശം കൊടുത്തിട്ട് ഇവരുടെ കീഴിൽ ഒരു ഗ്രൂപ്പ് സംഘം ഡെവലപ്പ് ചെയ്ത് നിർത്തി അവരെ കൊണ്ടാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഫീൽഡ് സൂപ്പർവൈസേഴ്സാണ്. ശശി തരൂരിനെ ആരോടും പറയാൻ പറ്റില്ല, നീ അവിടെ പോയി ഇത് പോയി ചെയ്യാമെന്ന് ആരും കേൾക്കാനുണ്ടാവില്ല. ഇത് ആണ് അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻ, അദ്ദേഹത്തിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്. ഒരു പാർട്ടി എന്ന നിലയ്ക്ക് സാധാരണ രീതിയിൽ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന നേതാക്കൾക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ടാകും. പാർട്ടിയുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്തിന് ഇയാൾക്ക് കഴിവുണ്ട്. ഇപ്പോൾ കുഴി കുത്താനാണ് കഴിവെങ്കിൽ അയാൾ കുഴി കുത്താനായിട്ട് പറഞ്ഞു തരണം. പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ പറഞ്ഞു തരണം. ആ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസ്സിനില്ല. കാരണം ശശി തരൂരിൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ശശി തരൂരിനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കോൺഗ്രസ് നിർവഹിക്കുന്നില്ല. എന്നാൽ BJP അത് ചെയ്യുന്നുണ്ട്. യുദ്ധാനന്തരം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ പൊസിഷൻ ലോകത്ത് വ്യാഖ്യാനിച്ചു കൊടുക്കാനായിട്ട് പോകുന്ന സംഘങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ അതിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് ശശി തരൂരിനെ അവർ നിശ്ചയിച്ചു, BJP നിശ്ചയിച്ചു. കോൺഗ്രസ് ആ ഒരു പേര് പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ BJPക്ക് കൃത്യമായിട്ട് കരുക്കൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷിയുണ്ട്. അവർ കൃത്യമായിട്ട് ശശി തരൂരിനെ അതിനുവേണ്ടി ഉപയോഗിച്ചു. ആ ഉപയോഗിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ശശി തരൂരും കോൺഗ്രസും തമ്മിലായിട്ടുള്ള ബന്ധത്തെ കുറച്ചും കൂടി ദുർബലപ്പെടുത്തിയതും കുറച്ചും കൂടി നശിപ്പിച്ചതുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ശശി തരൂർ കോൺഗ്രസ്സിലുണ്ടോ എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാകുന്നത്. പലരും ഇല്ല എന്നുള്ള രീതിയിൽ പറയുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടന്നു. വളരെ വീറും വാശിയുള്ള തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത്. പക്ഷേ നിലമ്പൂർ നിയോമണ്ഡലത്തിൽ ഒരിടത്ത് പോലും ശശി തരൂരിൻ്റെ ഒരു പ്രസംഗവും ആർക്കും കേൾക്കാനായിട്ടുള്ള ഭാഗ്യമുണ്ടായി. കാരണം ശശി തരൂർ ഒന്ന് കേരളത്തിൽ ഇല്ല, ഇന്ത്യയിലില്ല, വിദേശത്തായിരുന്നു. രണ്ട്, അദ്ദേഹം വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം കേരളത്തിൽ എത്താനായിട്ട് കഴിഞ്ഞില്ല. അതിന് കാരണം അദ്ദേഹം പറഞ്ഞ ആരെങ്കിലും വിളിക്കുകയോ പറയുകയോ ചെയ്താലേ എനിക്ക് വരാൻ പറ്റുള്ളൂ, വെറുതെ ഓടിക്കയറി വരാൻ പറ്റും. പുണ്യത്താനാണ് പറഞ്ഞത്, ഇതെന്താ കല്യാണം വിളിച്ച് ക്ഷണിച്ചുകൊണ്ടിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അയാൾക്കറിയാം. അയാൾക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാം.
അത് അദ്ദേഹം ചെയ്തില്ല. അപ്പോൾ അത് ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫീൽഡ് പൊളിറ്റിക്സുമായിട്ടുള്ള വിടവുണ്ടല്ലോ, അതൊരു വലിയ ഗൾഫാണ്. അതെ. അതുള്ളപ്പോൾ ശശി തരൂരിന് ഇവിടെ ഒന്ന് സംസാരിക്കണമെങ്കിൽ ശശി തരൂരിന് ആരെങ്കിലും വിളിച്ചേ പറ്റൂ, അല്ലാതെ അയാൾക്ക് കൂടി ഒന്ന് സംസാരിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അത് മനസ്സിലാക്കി അദ്ദേഹത്തെ പ്രസംഗിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ കേരളത്തിലില്ല, ഇന്ത്യയിലും ഇല്ല. അപ്പോൾ പിന്നെ ശശി തരൂരിൻ്റെ സ്ഥിതി ത്രിശങ്കു. അതെ, ഇപ്പം അങ്ങനെ നിൽക്കുകയാണ്. അതെ അതെ അതെ. ഇനി എങ്ങോട്ട് പോകും എന്നുള്ളത് ഓരോരുത്തരുടെയും ഇങ്ങനെ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ബി ജെ പി തന്നെ പോകാന്നുള്ള വേറൊരു ഓപ്ഷൻ മാത്രമേ. ഇനി അവസാനം നിക്കക്കള്ളിയില്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് അവസാനം ബി ജെ പിയിൽ പോകേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, അതൊക്കെ അങ്ങനെ ബി ജെ പിയോട് ചേർന്ന് പോകുന്നതല്ല. അതുകൊണ്ടാണ് ആദ്യം ബി ജെ പി പോകാത്തത്. അല്ലെങ്കിൽ ബി ജെ പിയിൽ എത്രയും നേരത്തെ അയാൾ പോകേണ്ടത്. കാരണം അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള. ആ കാഴ്ചപ്പാടുകളുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു പൊളിറ്റിക്സ് അല്ല ബി ജെ പി തുടരുന്നത്. അതാണ് അയാളുടെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ. ഇനി അതല്ല, അയാൾക്ക് കേരളത്തിലെ ഒരു പൊളിറ്റിക്സിൽ ഇടപെട്ട് കേരളത്തിൽ ഒതുങ്ങി നിൽക്കാനുള്ള താല്പര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം അയാൾക്ക് എപ്പോഴും ഒരു ഈ വിശ്വപൗരൻ എന്ന നിലയ്ക്ക് അയാളുടെ പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ പറയുന്ന ഉപരാഷ്ട്രപതി ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ് ശരിക്കും പുള്ളി. ഒരു കേന്ദ്രമന്ത്രി പോലും പുള്ളി താല്പര്യമില്ല. ഇല്ല, അതായത് പുറത്തു പോകാൻ, ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പുറത്തു പോകാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പോസ്റ്റാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിന് കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിനൊപ്പം നിൽക്കും. കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് പോകേണ്ടി വരും. കോൺഗ്രസിന് എവിടെ നിന്ന് കൊടുക്കാനാണെന്നില്ല, അത് കോൺഗ്രസിന് അതിൻ്റെ സ്കോപ്പ് നമ്മൾ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് പറ്റിയ സ്ഥലത്തല്ല നിൽക്കുന്നത്. അതേ സമയത്ത് വേണമെങ്കിൽ അങ്ങോട്ടും ബി ജെ പിയെ സംബന്ധിച്ച് നേട്ടമാണ്. ബി ജെ പി അങ്ങനെയാണ് രാഷ്ട്രീയത്തെ കാണുന്നത്. ബി ജെ പി പുതിയ കാലത്തിൻ്റെ ന്യൂജൻ പാർട്ടിയാണ്, പഴയ ബി ജെ പി അല്ല. പഴയ നമ്മൾ ഈ ജനസംഘത്തിൽ നിന്നൊക്കെ വികസിച്ചു വന്ന ഒരു പാർട്ടിയായിട്ട് തന്നെ കണക്കാക്കാൻ പാടില്ല. അവർ ഇപ്പം നരേന്ദ്രമോദി അവർ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഗുജറാത്തിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പറ്റിയ ഒരാൾ എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അവിടെയൊക്കെ അദ്ദേഹത്തെ അവർ പ്രചരണം നടത്തി വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നതും ഇങ്ങനെയാണ്. നോക്കൂ ഗുജറാത്തിൻ്റെ സിംഹം വരുന്നു എന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്തിട്ടാണ്. അങ്ങനെയാണ് അയാളെ പിന്നെ ഇന്ത്യയുടെ നേതാവാക്കി മാറ്റിക്കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഓരോരുത്തരും കൊണ്ടുവരുന്ന ഒരു സ്ഥിതി യോഗി ആദിത്യനാഥിനെ പിടിച്ചുകൊണ്ട് വന്നു. ആ ബി ജെ പി ഇങ്ങനെ ഓരോ ആളുകളെയും വെച്ച് എന്ത് ചെയ്യണം, അവരുടെ പൊളിറ്റിക്സ് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ടൂൾസാണ് അവരെ സംബന്ധിച്ചവരൊക്കെ. നിതിൻ ഗഡ്കരി ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ഒക്കെ അങ്ങനെയാണ്. അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളാണ്. കോൺഗ്രസിന് ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് അറിയാൻ പാടില്ല. കാരണം കോൺഗ്രസിൻ്റെ അച്ചുതണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഹ്റു കുടുംബം, സോണിയാഗാന്ധി, പിന്നെ എന്താണ് രാഹുൽ ഗാന്ധി, അങ്ങനെ അതിൽ നിൽക്കുകയാണ്. അപ്പുറത്തേക്ക് അത് പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.